പ്യാരെ ബച്ചോ ആദാ. പ്രിയപ്പെട്ട കുട്ടികളെ, 5ാം ക്ലാസ്സിലെ വഴികാട്ടിയുടെ പ്രവർത്തനങ്ങൾ, വർക്ക്ഷീറ്റിലെ പ്രവർത്തനങ്ങൾ തുടർന്നും വേണമെന്ന് പലരും അഭിപ്രായപ്പെട്ടിരുന്നു. ഗുഡിയ കഹാഹെ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട അതിലെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. അതിലെ ബാക്കിയുള്ള പ്രവർത്തനം നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. ഇവിടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചിത്രത്തിൻ്റെ സഹായത്തോടു കൂടി വാക്യം തയ്യാറാക്കാൻ 5ാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ പുതിയതായി പഠിക്കുന്ന വാക്കുകൾ, ആ വാക്കുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് വാക്യങ്ങൾ തയ്യാറാക്കുക എന്നതാണ്. ഇവിടെ ഒന്നാമത്തെ ചോദ്യം ക്യാ ഹെ എന്നതാണ്. ക്യാ എന്നത് എന്ത് എന്ന അർത്ഥമാണ് ക്യാ എന്നതിൻ്റേത്. അപ്പം ക്യാ എന്നുള്ളത് എന്ത് എന്നത് ഒരു ചോദ്യമാണ്. അപ്പം ആ സ്ഥലത്ത് ഉത്തരം എഴുതിയാൽ സെൻറ്റൻസ് പൂർണ്ണമാവും. ബാക്കിയുള്ളതൊന്നും മാറ്റം വരുത്താതെ ക്യാ എന്നതിന് പകരം ഉത്തരം എന്താണോ അത് എഴുതുക. അതോടുകൂടി അത് പൂർണ്ണമാവും. അപ്പം നമ്മളിവിടെ ഡാഷൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പം അത്രമാത്രം ചെയ്യാനേ ഉള്ളൂ. ഇവിടെ ഒന്നാമത്തേത് ബില്ലിയാണ്, രണ്ടാമത്തേത് പന്താണ്, ഗേന്താണ്, മൂന്നാമത്തേത് ചാന്ത്, നാലാമത്തേത് ബത്തഹ്. അപ്പോൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാം, അവിടെ ഉള്ളത് എന്നവിടെ ഉണ്ട്, ഡാഷ് ഉണ്ട്. ഡാഷ് ഉള്ളിടത്ത് നമുക്ക് ആദ്യം ബില്ലി എഴുതാം. ബില്ലി ഹെ. വളരെ സിമ്പിളായിട്ട് ഒന്നാമത്തേൽ ബില്ലി എന്ന് എഴുതാം. രണ്ടാമത്തേതിലുള്ളത് എന്താണ്? ഗേന്താണ്, പന്താണ്. ഗേന്ത് ഹെ. അപ്പോൾ അതുമായി. മൂന്നാമത്തെ എന്നല്ല ഉള്ളത്, വോ എന്നാണ് ഉള്ളത്. വോ എന്നാണ് ചോദ്യത്തിലുള്ളത്. അപ്പോൾ ഉത്തരത്തിലും വോ എന്ന് തന്നെയാണ്. വോ ചാന്ത് ഹെ, അത് ചന്ദ്രനാകുന്നു. ഓക്കെ. അടുത്തതോ? അടുത്തത് ബത്തഹ് ഹെ. ബത്തഹ്. ബത്തഹ് എന്ന് പറഞ്ഞാൽ താറാവാണ്. ബത്തഹ് ഹെ, താറാവാകുന്നു. ഈ 4 വരി കഴിഞ്ഞാൽ എന്തായി? ആ പ്രവർത്തനം പൂർണ്ണമായി. അപ്പോൾ നമ്മൾ പൂരിപ്പിക്കാനുള്ളത് ഒന്ന് ബില്ലി, മറ്റൊന്ന് ഗേന്ത്, മറ്റൊന്ന് ചാന്ത്, മറ്റൊന്ന് ബത്തഹ്. ഈ രീതിയിൽ 4 എണ്ണമാണ് പൂരിപ്പിക്കാനുള്ളത്. ആ 4 എണ്ണം പൂരിപ്പിച്ചാൽ ഒന്നാമത്തെ വർക്ക് കംപ്ലീറ്റ് ആയി. ഒന്ന് സ്പീഡ് പോവാണ്. അടുത്ത് പ്യാരി പ്യാരി ഗുഡിയ എന്നുള്ളതാണ്. പ്യാരി പ്യാരി ഗുഡിയ എന്നുള്ളതിൽ ഇവിടെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? മേരി ഗുഡിയ ഹെ, മേരി പ്യാരി ഗുഡിയ ഹെ, മേരി അച്ചി ഗുഡിയ ഹെ, അല്ലേ? പിന്നെ ഇത് അബ്ബാജാൻ ബാസാർ സെ ലായ ഹെ, അല്ലേ? ഈ രീതിയിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? നമ്മൾ ഗുഡിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ ഇവിടെ നമ്മളൊരു 3 സെൻറ്റൻസ് എഴുതണം. 1, 2, 3 സെൻറ്റൻസ് അല്ല, 3 പദങ്ങൾ ഇവിടെ എഴുതണം. ആദ്യം 3 പദങ്ങൾ ഇവിടെ എഴുതണം. ആ പദങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ പ്യാരി എന്നുണ്ട്, അച്ചി എന്നുണ്ട്, മേരി എന്നുണ്ട്, ഖൂബ്സൂറത്ത് എന്നുണ്ട്, ബാസാർ എന്നുണ്ട്. അപ്പോൾ ടോപ്പിയെ കുറിച്ച് സംബന്ധിച്ച് നമുക്ക് പാഠത്തിൽ നിന്ന് കിട്ടാവുന്ന പദങ്ങളൊക്കെ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? വർക്ക്ഷീറ്റ് തയ്യാറാക്കിയവർ തന്നെ നൽകിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 3 എണ്ണം നമ്മൾ കണ്ടെത്തണം. പാഠത്തു നിന്നുള്ള മുഴുവൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതല്ലാത്ത 2-3 എണ്ണം നമുക്ക് പരിചയമുള്ളവ ഇവിടെ എഴുതണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഒരു 3 എണ്ണം എഴുതണം, അല്ലേ? അപ്പം 3 എണ്ണം നമ്മൾ എഴുതി നോക്കാം. ഒന്നതിൻ്റെ നിറം എഴുതണം. നമുക്ക് ലാൽ എന്ന് എഴുതാം. ചുവന്ന തൊപ്പിയായതുകൊണ്ട് ലാൽ എന്ന് എഴുതാം. ഇനി അടുത്തത് ന്യാരി എന്ന് എഴുതാം. ന്യാരി. ന്യാരി എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട എന്നർത്ഥം തന്നെയാണ്. പിന്നെ ആര് കൊണ്ടുവന്നതാണെന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം? അബ്ബാജാൻ എന്ന് എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാട്ടോ. അബ്ബാജാൻ എന്നുള്ളത് ഞാൻ ഇഷ്ടത്തിന് അബ്ബാജാൻ എഴുതാം. എവിടെ നിന്ന് കൊണ്ടുവന്നതാണ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ദില്ലി എന്ന് എഴുതാം. ഓക്കെ, ദില്ലി എന്ന് എഴുതാം. അപ്പോൾ ഈ 4 എണ്ണം നമ്മൾ എഴുതി. ലാല്, ന്യാരി, അബ്ബാജാൻ, ദില്ലി. ഇതിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും 3 എണ്ണം നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ഒഴിവുള്ളോടത്ത് എഴുതി കൊടുക്കുക. ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു 4-5 സെൻറ്റൻസ് നമ്മൾ ഇവിടെ എഴുതണം. അതും വളരെ സിമ്പിളാണ്. കാരണം നമ്മൾ ഗുഡിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗുഡിയെ കുറിച്ച് നമ്മൾ പഠിച്ചത് കൊണ്ട് ഇത് വലിയ പ്രയാസമില്ല. മേരി ടോപ്പി ഹെ. നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ ടോപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ക്ലാസ് നല്ലോണം നോക്കിയാൽ നിങ്ങൾക്കത് കിട്ടും. മേരി ടോപ്പി ഹെ. ഇനി എന്താ? മേരി പ്യാരി ടോപ്പി ഹെ. മേരി प्यारी
ഇതെൻ്റെ പ്രിയപ്പെട്ട തൊപ്പിയാണ്. ഇനി നമ്മൾ ഖൂബ്സൂറത്ത് ടോപ്പി ഹെ, ഖൂബ്സൂറത്ത് ടോപ്പി ഹെ, ഇത് വളരെ മനോഹരമായ തൊപ്പിയാണ്. ये मेरी ന്യാരി ടോപ്പി ഹെ. നമ്മളിപ്പോൾ ന്യാരി എഴുതിയില്ല, അപ്പം ആ ന്യാരി വെച്ചിട്ട് നമുക്കൊരു ഇത് എഴുതണ്ടേ. ये मेरी ന്യാരി ടോപ്പി ഹെ. ഇനിയോ ये അബ്ബാജാൻ लाए है. ഓക്കെ, ഇത്രയും വരികൾ നമ്മൾ എഴുതി. ഈ വരികളൊന്ന് നോക്കാം, നമുക്കൊന്ന് വായിക്കാം. ये मेरी ടോപ്പി ഹെ, ये मेरी പ്യാരി ടോപ്പി ഹെ, പ്രിയപ്പെട്ട തൊപ്പിയാണ്, എനിക്കിഷ്ടപ്പെട്ട എൻ്റെ തൊപ്പിയാണ്. ये ഖൂബ്സൂറത്ത് ടോപ്പി ഹെ, ഇത് ഭംഗിയുള്ള തൊപ്പിയാണ്. ये मेरी ന്യാരി ടോപ്പി ഹെ, ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ടോപ്പിയാണ്. ये അബ്ബാജാൻ ലായ ഹെ, ഇതാര് കൊണ്ടുവന്നതാണ്? അബ്ബാജാൻ കൊണ്ടുവന്നതാണ്. ഈ രീതിയിൽ നമുക്ക് സെന്റൻസ് എഴുതാം. ഓക്കെ, ആ സെന്റൻസ് നോക്കി ഇവിടെ എല്ലാവരും എഴുതിയെടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇനി അടുത്തത് പ്യാരി പ്യാരി ഗുഡിയ എന്ന ആ പാഠഭാഗത്തിലെ മറ്റു പ്രവർത്തനങ്ങളാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിൽ എന്താണുള്ളത്? ചില പദങ്ങളുണ്ട്. ആ പദങ്ങളിൽ ചിലത് വീട്ടിലുള്ളതാണ്, ചിലതെന്താണ് വീട്ടിന് പുറത്തുള്ളതാണ്, അല്ലേ? അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്. ഇതിൽ നിന്ന് പദങ്ങൾ എടുത്തിട്ട് ഇവിടെ പൂരിപ്പിക്കാനുള്ള ഭാഗത്ത് കൊടുത്ത് പൂരിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് പൂരിപ്പിച്ച് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തേത് ഏ ഘർ ഹെ, ഇത് വീടാണ്. അപ്പോൾ നമ്മൾ വീടിനെ കുറിച്ചാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഏ ഡാഷ് ഘർ ഹെ എന്നുള്ളതാണ്. ഏ ഡാഷ് ഘർ ഹെ എന്നുള്ളത് ഇതിൽ നിന്ന് ഒരു പദം എടുത്തിട്ട് ഇവിടെ എഴുതാണ് വേണ്ടത്. ഏ ബില്ലി ഘർ ഹെ, ഏ കംരെ ഘർ ഹെ എന്നുള്ള ഇത് നമ്മൾ ഇതിൻ്റെ മുഴുവൻ അർത്ഥം മനസ്സിലാക്കിയാൽ ഏതാണ് അവിടെ ഫിറ്റ് ആവുക എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാവും. അപ്പോൾ നമുക്കറിയാം ഇത് എൻ്റെ വീടാണ് എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ എന്നുള്ളതിൻ്റെ ഉറുദു ഏതാണെന്ന് നോക്കുക. ഇതാണ് മേര എന്നുള്ളതാണ്. ഏതാണ്? മേര എന്നുള്ളതാണ് എൻ്റെ എന്നുള്ളതിന്. അപ്പോൾ എൻ്റെ എന്നുള്ളതിനുള്ള മേര നമ്മൾ എന്ത് ചെയ്യാം? എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് എഴുതാം. ഏ മേര ഘർ ഹെ, മനസ്സിലായല്ലോ. ഇനി അടുത്ത് മേരെ ഘർ മേ ഡാഷ് ഹെ, മേരെ ഘർ മേ അമ്മി ഹെ എന്നെഴുതാം. ദാദിമാ ഹെ എന്ന് എഴുതാം. അബ്ബാ ഹെ എന്നൊക്കെ എഴുതാം. മേരെ ഘർ മേ അമ്മി ഹെ, അബ്ബാ ഹെ എന്നൊക്കെ എഴുതാം. ഘർ കെ ആംഗൺ മേ ഡാഷ് ഹെ, ഘർ കെ ആംഗൺ മേ ഡാഷ് ഹെ, വീടിൻ്റെ മുറ്റത്ത് എന്തുണ്ട്? കുവാ ഹെ, കിണറുണ്ട്. എഴുതിക്കൂടെ? അപ്പോൾ മൂന്നാമത്തെ നമുക്ക് കുവ എഴുതാം. മൂന്നാമത്തേൽ കിണറുണ്ട് എന്നെഴുതാം. ഘർ കെ ദീവാർ പർ, നാലാമത്തേത് ഘർ കെ 1 2 3 4 അഞ്ചാമത്തേത്, അല്ലേ? ഘർ കെ ദീവാർ പർ, വീടിൻ്റെ ചുമരിൽ എന്തെഴുതണം? ഘടി ഹെ, ദീവാർ പർ ഘടി ഹെ. ഇനി ഇതുപോലെ തന്നെ എഴുതാം. ഘർ കെ, ഇനി 2 വരി നമ്മൾ എഴുതണം. അപ്പോൾ ഘർ കെ ആംഗൺ മേ അമ്മി ഹെ എന്ന് എഴുതാം. ഘർ കെ ആംഗൺ മേ അബ്ബാ ഹെ എന്ന് എഴുതാം. ഘർ കെ ആംഗൺ മേ, അല്ലേ? ഘർ കെ ആംഗൺ മേ ബില്ലി ഹെ എന്നൊക്കെ എഴുതാം. ഘർ കെ ആംഗൺ മേ ബില്ലി ഹെ, ബില്ലി ഉണ്ട്, ഗായ് ഉണ്ട്, അതൊക്കെ എഴുതാം. ആ പൂരിപ്പിക്കാനുള്ള സ്ഥലത്ത് ബില്ലി എന്നും ഗായ് എന്നൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് പൂരിപ്പിച്ചാൽ മതി. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ പ്രവർത്തനം എഴുതാം. മനസ്സിലായല്ലോ? ഏ ഘർ ഹെ, ये मेरा घर है, मेरे घर में अम्मी है, घर के आंगन में कुआं है, घर के दीवार पर घड़ी है, इन्हीं घर के आंगन में गाय है, घर के आंगन में बिल्ली है. ഈ രീതിയിലൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ 3 പ്രവർത്തനമായി. ഇനി അടുത്തൊരു പ്രവർത്തനം കൂടി നോക്കാം.
ആങ്ക് കെ താരോ എന്ന് നമ്മൾ പഠിച്ച ആ പാഠത്തിലെ ആ പാട്ടാണ് ഇവിടെ ഉള്ളത്. ഇതിൽ നമുക്ക് നമ്മൾ മുമ്പ് ചെയ്തതാണ്, അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ ചെയ്യാം. ഒന്ന് സമാന ശബ്ദ പദങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. സമാന പദങ്ങളല്ല, സമാന ശബ്ദ പദങ്ങൾ കണ്ടെത്തൂ എന്നതാണ് ശരിയായത്. സമാന പദങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള പദങ്ങൾ എന്നാണ്. അത് വ്യത്യാസമുണ്ട്. ശരിക്കും സമാന ശബ്ദ പദങ്ങൾ എന്നാണ് ഹം ആവാസ് അൽഫാസിന്റെ അർത്ഥം. ഹം ആവാസ് അൽഫാസ് എന്ന് പറഞ്ഞാൽ ഒരേ ശബ്ദമുള്ള പദങ്ങൾ എന്നാണ് വേണ്ടത്. സമാന പദങ്ങൾ എന്ന് പറഞ്ഞാൽ സമാന അർത്ഥമുള്ള പദങ്ങളാവാം, ഒരുപോലെയുള്ള പദങ്ങളൊക്കെ ആവാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊക്കെയുണ്ട്? ന്യാരെ താരെ എന്നുള്ളത് ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതെന്താണ്? സമാന ഹമാവാസ് അൽഫാസ് ആയതുകൊണ്ടാണ് അങ്ങനെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സിത്താരെ, സിത്താരെ എന്നുള്ളതിൻ്റെ അവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ദിലാരെ അല്ലെങ്കിൽ ദുലാരെ. ഓക്കെ, ദുലാരെ, സിത്താരെ, ദുലാരെ ഒരേപോലെയാണ് അല്ലേ? ഇനി വളരെ അടുത്ത് നിൽക്കുന്നൊരു ഹമ്മാവാസ് പറഞ്ഞുതരാം. ഒന്ന് മിൽ, ഈ രണ്ടക്ഷരം മിൽ. അടുത്തത് അതിൻ്റെ തൊട്ടടുത്തുള്ള ജുൽ, മിൽ ജുൽ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഹമ്മാവാസ് അൽഫാസ് ആക്കാം. ഓക്കെ, അടുത്തത് പെട്ടെന്ന് നമുക്ക് വായിച്ചാൽ ഈ പാട്ട് പാടിയ നമുക്ക് കിട്ടുന്ന ഹമ്മാവാസ് അൽഫാസാണ് അച്ചായിയും സച്ചായിയും. അച്ചായി, സച്ചായി. മറ്റൊന്നാണ് ചൽന, ഇങ്ങോട്ട് പോവാ, ചൽന മർന. ഞാൻ പറയുന്ന സമയത്ത് തന്നെ എഴുതിയെടുക്കട്ടെ, ഞാൻ അത് വേറെ എഴുതി തരുന്നില്ല. ഞാൻ പറയുന്ന സമയത്തൊന്ന് പോസ് ചെയ്തിട്ട് പിന്നെ എഴുതിയെടുക്കുന്നവർക്ക് എഴുതിയെടുക്കാം. ആ രീതിയിൽ നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ സച്ചായി അച്ചായി പറഞ്ഞ പോലെ തന്നെയാണ് ഈ അച്ചേ സച്ചേ എന്നുള്ളത്. അച്ചേ സച്ചേ, അച്ചേ വേറെയാണ്, സച്ചേ വേറെയാണ്. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹം ആവാസ് അൽഫാസ് കൂടി എഴുതാം.